അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ 4-ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. നാളെ 4-ാമത്തെ പകലാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ, നമ്മൾ ചെയ്യുന്ന ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, നമ്മുടെ ദുആ, നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു തആല പോരായ്മകളൊക്കെ ഉണ്ട്, അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട്, അതെല്ലാം പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾ അൽഹംദുലില്ലാ അവരുടെ വെക്കേഷൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലൂടെയാണ് പോകുന്നത്. നമ്മുടെ മക്കൾ അൽഹംദുലില്ലാ, നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു തആല സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം നാളെ ഞായറാഴ്ച, അതായത് ജൂൺ 1 നാളെ അല്ലേ, നാളെ ഞായറാഴ്ചയാണ്, സൺഡേ ഹോളിഡേ ആണ്. അടിച്ചു പൊളിക്കുമായിരിക്കും. വാടാ, ഇനി ഒരു ഇതുപോലെ വെക്കേഷൻ കിട്ടിയേക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് വാടാ അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പേക്കൂത്തുകളാണോ കാണിക്കാൻ പോകുന്നത്, അല്ലാഹു ആലം. അതുകൊണ്ട് നമ്മുടെ മക്കൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവെക്കണേ. കാരണം ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന കാലമാണ്. അപ്പോൾ മറ്റന്നാൾ തിങ്കളാഴ്ച ജൂൺ 2 മിക്കവാറും എല്ലാ സ്കൂളുകളും തുറക്കാൻ ഇരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾ പുതിയ ക്ലാസ്സുകളിലേക്ക് വിജയിച്ച് അല്ലെങ്കിൽ പുതിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുന്ന എല്ലാ മക്കൾക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും, നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നല്ല ഭാവിയും അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ആദ്യത്തെ 2 ആഴ്ച കുട്ടികൾക്ക് സ്കൂളിൽ പഠനമല്ല. അത് ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ മന്ത്രിയൊക്കെ പറഞ്ഞിരുന്നല്ലോ, ആദ്യത്തെ 2 ആഴ്ച സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠനമല്ല, പുതിയ പഠനമല്ല തുടങ്ങുന്നത്, മറിച്ച് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തുള്ള കുറേ നിയമങ്ങളുണ്ട്, റോഡിൻ്റെ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു പൊതുസ്ഥലത്ത് എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മുടെ മക്കളെ ഒന്ന് ബോധവൽക്കരിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് എതിരെ വരുന്ന പല അക്രമങ്ങളും ഉണ്ടാകും, പലതരത്തിലുള്ള ചൂഷണങ്ങൾ, അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കരുതിയിരിക്കണം, ഇങ്ങനെ തുടങ്ങി ഒരു കുട്ടി എങ്ങനെയായിരിക്കണം, ഇനിയുള്ള ഭാവി ജീവിതത്തിൽ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വലിയൊരു പാഠം 2 ആഴ്ച അവർക്ക് പല കൗൺസിലിങ്ങും പല കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ട്, പല ക്ലാസ്സുകളൊക്കെ ആയി കൊടുത്തിട്ടാണ്, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ പഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് പുതിയ നിയമമൊക്കെ വന്നിരിക്കുന്നത്. എന്തുമാവട്ടെ, അൽഹംദുലില്ലാ, അതൊക്കെ വലിയ ഖൈറാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഒരൊറ്റ ദുആയേ ഉള്ളൂ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ദ്വാരക്കാൻ നമ്മുടെ മജ്‌ലിസ് ഇതാ തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമുക്ക് നേരെ മജ്‌ലിസിലേക്ക് കടക്കാം. പരിശുദ്ധമായ ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ നരകമോചനം ചോദിക്കണം, സ്വർഗപ്രവേശനം ചോദിക്കണമെന്നാണ്. അല്ലാഹുവേ, നരകമോചനം തരണയല്ലാ, സ്വർഗപ്രവേശനം തരണയല്ലാ. നമുക്കൊന്ന് ചോദിച്ചാലോ? അല്ലാഹുമ്മ അജിർനീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين.
اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين ഹാജിമാര് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ദിക്റുകൾ അവർ പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതായത് ഈ ഓരോ തവാഫിൻ്റെ ഇടയിലും വ്യത്യസ്തമായ ദിക്റുകളും അതുപോലെ തന്നെ തസ്ബീഹുകളൊക്കെ പറയൽ. ഒരു ഇന്നാലിൻ്റെ ദിക്ർ തന്നെ പറയണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് ദിക്ർ വേണമെങ്കിലും പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് ഇതാണ്. ഇത് പറഞ്ഞാൽ കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد
الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇബ്രാഹിം നബിയുടെ ഒരു ദുആ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ അമലുകൾ, അതായത് വിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരണം ഒക്കെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദുആയാണ്. നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ ദുആ പറഞ്ഞാൽ എല്ലാവിധ ഖൈറും കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ പറയാം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട് അല്ലേ? ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. നമുക്ക് ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? ദുനിയാവും ആഖിറവും അതുപോലെ നമ്മുടെ ഖബറും മഹ്ശറയും എല്ലാം വിജയിച്ച് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ ഒരൊറ്റ ദുആയിൽ എല്ലാം പറയുന്നൊരു ദുആ, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദുആ. പറഞ്ഞോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ
حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار നമ്മുടെ ഹാജിമാർക്ക് വേണ്ടിയുള്ള ആ ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു ദുആയുണ്ട്. അവർക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു ദുആ. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആ എന്ന് പറഞ്ഞാലോ, അവരുടെ ഹജ്ജ് സ്വീകരിക്കണം, അവരുടെ ഉംറ സ്വീകരിക്കണം, അവരുടെ സിയാറത്തും എല്ലാം അല്ലാഹു തആല കബൂലാക്കണം. ഇൻഷാ അല്ലാഹ് ആ ദുആ നമുക്കൊന്ന് പറയാം. അവർക്ക് വേണ്ടിയുള്ള ദുആയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവർ നമുക്ക് വേണ്ടിയൊക്കെ ദുആരക്കും ഇൻഷാ അല്ലാഹ് ഖൈറാവട്ടെ. അപ്പോൾ നമുക്ക് ദുആ ഇരുന്നാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ വസഅയ സാഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا
مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا الحمد لله അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം നമുക്ക് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 രാവുകളിൽ പ്രത്യേകമായി ഓതൽ നല്ലതാണ്, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സൂറത്തുൽ ഫജ്ർ, ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം എല്ലാവർക്കും ഒന്നിച്ച് ഓതാം. ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ തന്നെ മതി, ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് മൊത്തത്തിലൊന്ന് വേഗത്തിൽ ഓതാം. അല്ലാഹു തആല ഈ സൂറത്തുൽ ഫജ്ർ ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താണോ അതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓദിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم
ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي സദഖല്ലാഹുൽ അലീം. അൽഹംദുലില്ലാ, നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്കിനി നേരെ ദുആയിലേക്ക് കിടക്കാം. ദുആയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ദുആയിലേക്ക് കിടക്കാം. അള്ളാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ ഞങ്ങളുടെ ദിക്ർ ഔറാദുകളെ നീ ഖബൂലാക്കണേ റഹ്മാനേ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു മജ്ലിസായി ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. യാമീൻ പറയുന്നു
പറയുന്ന വാപ്പമാരെ സഹോദരന്മാരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മജ്‌ലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളുമുണ്ട്. അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട പറയേണ്ട ഒരുപാട് ദിക്ർ ഔറാദുകളുണ്ട്. എല്ലാം നീ കബൂലാക്കി ഞങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഉള്ളത് മുഴുവൻ വിറ്റ് തുലച്ചാലും മാറാത്ത മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിന് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ രോഗങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാറ്റണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ അല്ലാഹുവേ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. ഈ വിനീതന്റെ ഉൾപ്പെടെയുള്ള വീട് പണികൾ നീ അല്ലാഹുവേ എല്ലാം വേഗത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. പടച്ച റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാം നീ മാറ്റി സലാമത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ പുതിയ അധ്യയന വർഷം സ്കൂളുകളിലേക്ക് പോകുകയാണ് റബ്ബേ. ഉന്നതമായ പഠനം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണേ അല്ലാ. നല്ല മക്കളാക്കി തരണേ അല്ലാ. അവരുടെ ഭാവി കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും തരണേ അല്ലാ. അല്ലാഹുവേ, മരണം വരെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾ തടയുന്ന അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാം വലിയ ഭയത്തിലാണ്. ഒരുപാട് ഞങ്ങളുടെ സഹോദരന്മാര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. മഴ മൂലമുള്ള ഒരുപാട് പ്രതിസന്ധിയിലാണ്. നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ നീ ഖൈറിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ മഴയാക്കണേ അല്ലാ. ഷർറിന്റെ അദാബിന്റെ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളുടെ സാധനങ്ങൾ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കുടുംബം അല്ലാഹുവേ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പ്രളയങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഉരുൾപൊട്ടലുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ ഖൈറിന്റെ മഴയാക്കണേ അല്ലാ. മഴ മൂലം ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങള്. എല്ലാവരുടെയും വിഷമങ്ങൾ നീ കാണുന്നവനാണ്. ആ വിഷമങ്ങൾക്ക് നീ പരിഹാരം കാണണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ റഹ്മത്താകുന്ന മഴ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അത് അദാബിന്റെ മഴയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് പേര് വലിയ പ്രയാസത്തിൽ കഴിയുന്നു. അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന കാലമാണ് അല്ലാഹുവേ, ദിവസങ്ങളാണ്. എല്ലാ മഴ മൂലമുള്ള എല്ലാ ദുരിതങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, മഴയില്ലാത്ത നാടുകളുണ്ട്. ഖൈറായ മഴ അവർക്ക് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഹാജിമാർ, അവരൊക്കെ വലിയ ചൂടിലാണ്, വലിയ പ്രയാസത്തിലാണ് കഴിയുന്നത്. അവർക്കൊക്കെ നല്ല റഹ്മത്തിന്റെ മഴ നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ വീട്ടുകാർ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ അല്ലാ റബ്ബേ ഒരുപാട് ദുആ വസിയത്ത് പറയുന്നവരുണ്ട്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവനാണ്, അവസ്ഥ നീ അറിയുന്നവനാണ്. എല്ലാവർക്കും അർഹമായ യോജ്യമായ എല്ലാ തരത്തിലുള്ള ഖൈർ ബറകാത്തുകൾ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു
പ്രയാസമാണ്, കടമാണ് ഉസ്താദേ, കടങ്ങൾ മാറാൻ ദുആരക്കണേ ഉസ്താദേ. അല്ലാഹുവേ പടച്ചവനെ, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ള 1 രൂപയെങ്കിലും കടമുള്ള ആരെല്ലാം ഉണ്ടോ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി, അതിന്റെ മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന പലരുമുണ്ട്. ആ തിരിച്ചു പൈസ അല്ലാഹുവേ ഖൈറായി ഞങ്ങൾക്ക് തരണേ അല്ലാ. അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരുണ്ട്, ഖൈറായ നല്ല പൈസ ഞങ്ങൾക്ക് തന്ന് റഹ്മാനെ അത് ആ കടങ്ങളെല്ലാം വീട്ടി സന്തോഷത്തോടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് വലിയ സങ്കടം പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളാണ്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്റൗറാദുകളുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അർഷദ് ബദ്രി ഉസ്താദിന്റെ അടുത്ത വീഡിയോ. ഉളഹിയത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലേ? ഉളഹിയത്ത് എപ്പോഴാണ് അറുക്കേണ്ടത്, എങ്ങനെയാണ് അറുക്കേണ്ടത്, ആരാണ് അറുക്കേണ്ടത്, അതുപോലെ ഉളഹിയത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ്, ഈ ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഷെയർ ചേർന്ന ആളുകൾ 7 വർഷം തുടർച്ചയായി ഷെയർ ചേരണമെന്ന് അങ്ങനെ നിയമമുണ്ടോ, അങ്ങനെ പലരും പറയുന്നത് കേട്ടു. അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉളഹിയത്ത് അറുക്കാമോ ഉസ്താദെ എന്നൊരു സഹോദരി ചോദിച്ചു. അതിനുള്ള വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. മരണപ്പെട്ട എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി, മരണപ്പെട്ട എൻ്റെ വാപ്പാക്ക് വേണ്ടി ഉളഹിയത്ത് അറുക്കാമോ? അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ഉളഹിയത്തിൻ്റെ ഇറച്ചി കൊടുക്കാമോ? നമുക്ക് ഉളഹിയത്തിൻ്റെ ഈ മാംസം കഴിക്കാമോ? ഗൾഫിലുള്ള ആളുകൾ ഷെയർ ചേരുന്ന സമയത്ത് അവരിവിടെ അറുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണോ? അത് നിർബന്ധമാണോ? എങ്ങനെയാണ് ഷെയർ ചേരുക എന്നുള്ള വിശദമായ ചർച്ച കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന ബോക്സിലായി കാണുന്ന യൂട്യൂബിന്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ്. മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കാണൂ.